ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷോർ ഓഫ് ഹാപ്പിനെസ്. ഞാൻ അലോണ. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഗാർഡനിങ് വീഡിയോ തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓർക്കിഡ് പ്ലാന്റേഷനാണ്. അപ്പോൾ അതേ ഇങ്ങനെ ഓർക്കിഡ് പ്ലാന്റ് ചെയ്യുന്നതാണ് ഈ ഒരു ചട്ടിയിൽ. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. അപ്പോൾ അതേ നമുക്ക് എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് പോയി നോക്കിയിട്ട് വന്നാലോ. ഇതാണ് ഓർക്കിഡ് ചട്ടി. ഇതിങ്ങനെ ഹോൾസ് നിറച്ചുള്ള ചട്ടിയാണ് ഈ ഓർക്കിഡ് ചട്ടി. ഇതിന് 20 രൂപയാണ് വില. ഓർക്കിഡ് പോട്ടാണ്. അപ്പോൾ അതേ ഇതിൻ്റെ കൂടെ ഒരു ഹാങ്ങിങ് ഇതും കൂടെ കിട്ടും കേട്ടോ. അപ്പോൾ ദേ ഇതുപോലത്തെ ഓടും കഷ്ണം വേണം നമ്മൾ ആദ്യം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒരു 3-4 ഓടും കഷ്ണം ആദ്യം ബേസായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഒരു തേങ്ങയുടെ തൊണ്ടില്ലേ, തേങ്ങയുടെ ഔട്ടർ കവർ, ഇതുപോലത്തെ തൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. കൂടുതൽ ഫില്ല് ചെയ്ത് ഒരു 3-4-5 കഷ്ണം വെച്ചിട്ട് നമ്മുടെ ഈ പ്ലാന്റിനെ അതിനകത്തേക്ക് ഇറക്കി കൊടുക്കാം. കണ്ടോ, നന്നായിട്ട് പൂവൊക്കെ ഇട്ട് നിന്നിരുന്ന പ്ലാന്റാണ്. റീപ്ലാന്റിങ്ങിന് വേണ്ടി ഞാൻ പറിച്ചെടുത്താണ്. നന്നായിട്ട് വേര് പിടിച്ചതായിരുന്നു. കണ്ടോ, നന്നായിട്ട് വേര് പിടിച്ചതാണ്. അപ്പോൾ അത് ഞാൻ അതിനകത്തേക്ക് ഇറക്കി കൊടുക്കണം. ഭയങ്കരമായിട്ട് പ്രസ് ചെയ്ത് അതിനകത്തേക്ക് ഞെക്കരുത്. പതിയെ ഇറക്കി കൊടുക്കുക. അതിൻ്റെ വേരോ പുതിയതായിട്ട് വരുന്ന ബേബി പ്ലാന്റ് വല്ലതും ഉണ്ടെങ്കിൽ അതിനോ സ്റ്റെമ്മിനോ ഒക്കെ എന്തെങ്കിലും ഒടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ടാവും. അപ്പോൾ പതിയെ ഒന്ന് ഇറക്കി കൊടുക്കുക. അപ്പോൾ വേരിങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന കൈ കൊണ്ട് അങ്ങനെ വെച്ചാൽ മതി. അത് ഇച്ചിരി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വേരാട്ടോ ഇതിന്. അപ്പോൾ അതേ അതിനകത്തേക്ക് നമ്മളത് ഇങ്ങനത്തെ തൊണ്ട് കഷ്ണം വെച്ച് കൊടുക്കുകയാണ്. തേങ്ങയുടെ തൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ കുറേ വെക്കരുത്. ആ ഒരു ഓർക്കിഡ് പ്ലാന്റ് നിൽക്കുന്നവരെ തിക്കിഞ്ഞരിച്ച് കല്ലും കട്ടയോ തൊണ്ടോ ഒന്നും ഇടരുത്. പതിയെ അങ്ങ് ഒന്ന് ഫില്ലാവുന്നവരെ, മീൻസ് നമ്മുടെ പ്ലാന്റ് നേരെ നിൽക്കുന്നത് വരെ, അതിന് ഒന്നും സപ്പോർട്ടില്ലാതെ നേരെ നിൽക്കുന്നവരെ. അപ്പോൾ അത് ഇതൊക്കെ ഇഷ്ടിക കഷ്ണങ്ങൾ പൊട്ടിയതാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ അങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ അങ്ങ് ഫില്ല് ചെയ്താൽ മതി. തൊണ്ടും കഷ്ണം ഇതുപോലെ ഇപ്പുറത്തെ സൈഡിലും കൂടെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ആ പ്ലാന്റ് ഇപ്പോൾ ഏകദേശം നേരെ നിൽക്കാറായിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലൊക്കെ ഒന്നും കൂടി ഒന്ന് സപ്പോർട്ട് കൊടുത്തിട്ട് വിടാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ പിടിച്ചേക്കുന്നത്. അപ്പുറത്ത് ഒരു തൊണ്ടും കഷ്ണം കൂടി വെച്ചാൽ നേരെ നിന്നോളും. കണ്ടോ, ഇപ്പോൾ അവൻ നേരെ നിൽക്കാനായിട്ട് ഏബിളായി. അപ്പം ആ പ്ലാന്റിൻ്റെ ഇത് ഏകദേശം കഴിഞ്ഞു. ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. ആ ഒരു ഗ്യാപ്പുള്ള സ്ഥലത്ത് കുഞ്ഞി കല്ലും കട്ട ഉണ്ടാവുമല്ലോ, അതങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഭയങ്കരമായിട്ട് തിക്കിഞ്ഞരിക്കരുത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിക്കിഞ്ഞരിക്കരുത്. പതിയെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. കുഞ്ഞു തൊണ്ടും കഷ്ണമൊക്കെ ഇങ്ങനെ ഭയങ്കര ചെറുതായിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഇപ്പോൾ നിങ്ങൾ ആരും വളവിടരുത്. അതിൻ്റെ വേരൊന്ന് പിടിച്ചു കഴിഞ്ഞിട്ട് വളവിടാവും. ഇതാണ് അതിൻ്റെ ആ ഒരു ഹാങ് ചെയ്യണ സംഭവം. അപ്പോൾ അതങ്ങ് അതിനകത്തേക്ക് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ കൂടെ ഒരു ഹാങ് ചെയ്യണ സാധനം ഉണ്ടെന്ന്. അതങ്ങ് ഇതിനകത്തേക്ക് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഇതുപോലെ 3 ഡയറക്ഷനിലേക്ക് ആക്കി അങ്ങ് ക്ലിപ്പ് ചെയ്താൽ മതി. ഇച്ചിരി ഫ്ലെക്സിബിൾ ആട്ടോ സംഭവം. അപ്പോൾ പെട്ടെന്നൊന്നും ഒടിഞ്ഞു പോകത്തില്ല. അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് എവിടെ വേണമെങ്കിൽ ഹാങ് ചെയ്തിടാം. അപ്പോൾ ദേ ഇതാണ് ഞങ്ങളുടെ ഓർക്കിഡ് കളക്ഷൻ. ഇത് ഞങ്ങളൊരു നെറ്റിലാണ് വെച്ചേക്കുന്നത്. ഇതിനകത്ത് ഈ സെയിം മെറ്റീരിയൽസ് വെച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അതേ കണ്ടോ, എല്ലാത്തിനും പൂവൊക്കെ ഇട്ട് നിൽക്കുകയാണ്. അപ്പോൾ വെച്ച ഒരു 1-1.5 മാസത്തിനുള്ളിൽ എല്ലാത്തിനും ബഡ് വന്ന് തുടങ്ങും പൂവിടാനായിട്ട്. കണ്ടോ, എല്ലാത്തിനും പൂവിട്ടു. ഇതിന് ഹാങ്ങിങ്ങിൻ്റെ ക്ലിപ്പൊന്നുമല്ല, ആ ഒരു കമ്പി വെച്ചിട്ടാണ് കെട്ടിയേക്കുന്നത്. ഇതിനകത്ത് കൊതുമ്പും കല്ലും കട്ടയും തന്നെയായിട്ട് ഇട്ടേക്കുന്നത്. കൊതുമ്പല്ല, സോറി, തേങ്ങയുടെ തൊണ്ടും കല്ലും കട്ടയാണ് ഇട്ടേക്കുന്നത്. എല്ലാം അതുപോലെ തന്നെയാണ്. ഇത് കണ്ടോ, ഇത് വേറൊരു ടൈപ്പ് ഓർക്കിഡാണ് കേട്ടോ. ബാക്കി എൻ്റെ കയ്യിൽ 2 ടൈപ്പ് ഓർക്കിഡേ ഉള്ളൂ. ഇത് രണ്ടുമാണ്. ആ ഒരു ക്രീപ്പർ പോലെ കിടക്കുന്നത് ഇത് മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതേ എല്ലാം ഇതുപോലെ തന്നെ അങ്ങ് ഫിക്സ് ചെയ്താൽ മതി. അപ്പോൾ അതേ ഇതാണ് ഞങ്ങളുടെ കളക്ഷൻ. ഞങ്ങളൊരു മതിലിൽ വെച്ചേക്കുകയാണ് ഡ്രൈ ഗാർഡൻ്റെ സൈഡിൽ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യണേ.